ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ ഫോർത്ത് സെമ്മുകാരുടെ ഏപ്രിൽ 2022 ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ എയിലെ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സർവേഷ് കോൻ ഹെ എന്നതാണ്. സർവേഷ് നാരംഗ് ഒരു ഖോജി പത്രക്കാരാണ്, ഒരു ജേർണലിസ്റ്റാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വഹ് അപ്നി മാ കെ സാത്ത് രഹത്താ ഹെ. സർവേഷ് രുചി ശർമ്മ സെ ദൂസരി ഷാദി കർത്താ ഹെ. സർവേഷ് അമ്മയോടൊപ്പമാണ് താമസം. സർവേഷ് ആണ് രുചി ശർമ്മയെ സെക്കൻഡ് മാരേജ് ചെയ്യുന്ന ആള്. സർവേഷിൻ്റെ ഫസ്റ്റ് മാരേജിലെ ഭാര്യ മഞ്ജീത്ത് ആയിട്ട് ഡൈവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അവർക്കൊരു മകനുണ്ട്. ആ മകൻ ഇപ്പോൾ മഞ്ജീത്തിൻ്റെ ഒപ്പമാണ് താമസം എന്നതാണ് ആ ഒരു വരിയിലെ അർത്ഥം. അടുത്തത് നോക്കൂ. ടി വി ചാനലോമേ രുചി ശർമ്മ കെ കാര്യക്രമോ കെ നാം ക്യാ ക്യാ രഖേ തെ. രുചി ശർമ്മയുടെ ടി വി ചാനലിലെ പ്രോഗ്രാംസിൻ്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. रुचि शर्मा देश की मशहूर पाक कला और व्यंजन विशेषज्ञ मानी जाती हैं. दो टीवी चैनलों में उसका साप्ताहिक कार्यक्रम चलता था, സുരുചി ഓർ സ്വാദ്. രുചി ശർമ്മ ഫേമസ് ആയിട്ടുള്ള ഷെഫാണ്. അപ്പോൾ അവരുടെ 2 പ്രോഗ്രാംസാണ് ടി വി ചാനലിലുള്ളത്, സുരുചിയും സ്വാദും. ഹാമിദ് ഓർ മൊഹസിൻ കെ ബി ചിംട്ടെ സെ ലേക്കർ ക്യാ തർക്ക് ഹുവ. ഒരു ചിംട്ട ഹാമിദ് വാങ്ങി. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് തർക്കമാണ് മൊഹസിനും ഹാമിദും തമ്മിലുണ്ടായത് എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. हामिद कहता है कि खिलौने जल्दी नष्ट हो जाते हैं मगर चिमटे को कुछ नहीं होगा और दादी इस चिमटे को देखकर उसे लाख दुआएं देगी. ഹാമിദ് പറയുന്നത് ടോയ്സ് പെട്ടെന്ന് തന്നെ നഷ്ടമാവും, അതായത് കേടുവരും, എന്തെങ്കിലും സംഭവിക്കും, പൊട്ടും, എന്നാൽ ഈ ചിമട്ടയ്ക്കൊന്നും ആവില്ല എന്നാണ് ഹാമിദ് പറയുന്നത്. അതുപോലെ ദാദി ആമിന ഈ ചിമട്ട കണ്ടതും ഹാമിദിനെ ഒരുപാട് സ്നേഹിക്കും, ആശീർവാദം കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ചിംട്ട കിസി ഭി റൂപ് മേ ഖിലോനെ കെ റൂപ് മേ ഓർ റോട്ടിയാ സേക്നെ കെ ലിയെ ദോനോ തര ഇസ്കാ പ്രयोग ഹോ സക്താ ഹെ എന്നാണ് പറയുന്നത്. അതായത് ചിംട്ട യൂസ് ചെയ്തിട്ട് കളിക്കുകയും ചെയ്യാം, അതേപോലെ ചിംട്ട യൂസ് ചെയ്തിട്ട് റോട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം എന്നാണ് ഹാമിദ് ഇതിൽ പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. റെയിൽ ദുർഘടനാമേ വിമല കോ ക്യാ ഹുവാ താ. ആ ഒരു റെയിൽ ആക്സിഡൻറ്റിൽ വിമലയ്ക്ക് എന്താ പറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. വിമല अपने पति के साथ ट्रेन यात्रा कर रही थी और अचानक रेल दुर्घटना हो गई. उस दुर्घटना में विमला के दाहिने पैर की हड्डी टूट गई थी. मुंह पर दाहिने और सिर से लेकर टोडी तक दरार पड़ गई थी. पैर काट दिया गया. आंखों की रोशनी जाती रही और मुंह कुछ टेढ़ा हो जाने की संभावना थी. റെയിൽ ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് വിംലയും ഭർത്താവുമാണ് യാത്ര ചെയ്തിരുന്നത് ആ ട്രെയിനിൽ. ആ ഒരു റെയിൽ ആക്സിഡൻറ്റ് സംഭവിച്ച ശേഷം വിമലയുടെ ദാഹിന പേർ എന്ന് വെച്ചാൽ റൈറ്റ് ലെഗ് മുറിക്കേണ്ടി വന്നു. മുഖത്തിൻ്റെ റൈറ്റ് സൈഡ് വെട്ടിയ പോലെ ഒരു മാർക്ക് വന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടു. മുഖം ഒരു സൈഡിലേക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു എന്നാണ് ആ ഒരു ആൻസറിൻ്റെ അർത്ഥം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അപരാധ് കഹാനി കെ ബഡേ ഭായിക്ക് ശാരീരിക് അവസ്ഥ കേസി थी. അപരാധ് എന്ന ആ സ്റ്റോറിയിലെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഫിസിക്കൽ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്നാണ് ചോദ്യം. अपराध कहानी के मुख्य कथापात्र बड़े भाई को बचपन में पोलियो हो जाने से वे अपाहिज हो गए थे. फिर भी वे खेल कूद में बड़ी तत्परता रखते थे. अपराध കഹാനിയിലെ മൂത്ത ജ്യേഷ്ഠന് പോളിയോ ആയിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ജ്യേഷ്ഠന് കളിക്കാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആസ്പാസ് കെ സഭി ഗാവ് മേ സബ്സെ അച്ഛേ തേരക് थे. ഹാത്ത് കെ പഞ്ചേ കി ലഡായി മേ ഭി ബഹുത് നിപുൺ थे എന്ന് വെച്ചാൽ തൊട്ടടുത്ത ഗ്രാമങ്ങളിലെ ഏറ്റവും നല്ല സ്വിമ്മറായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു ആളായിരുന്നു മൂത്ത ജ്യേഷ്ഠൻ എന്നാണ് പറയുന്നത്. പിതാ കി സുവിധ കെ ലിയെ ദാദാഭായിനെ ഗുസൽ ഖാനെ മേ ക്യാ ലഗ്വായ था. അച്ഛന് വേണ്ടിയിട്ട് ദാദാഭായി എന്ത് സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുത്തത് എന്നാണ് ചോദ്യം. दादाभाई ने अपनी पहली कमाई से गुसल खाना बनवाया और उसमें सुंदर सा शॉवर लगवाया था. ദാദാഭായി ഫസ്റ്റ് ശമ്പളം കൊണ്ട് ഒരു ബാത്റൂം കെട്ടി അതിലൊരു നല്ലൊരു ഷവറും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അച്ഛൻ ഇതൊന്നും യൂസ് ചെയ്തില്ല. ഓർ വഹ് ഹമേഷ അങ്കൻ മേ ഹി ധോത്തി പെഹൻകർ നാത്തെ थे. മുറ്റത്ത് തന്നെ അദ്ദേഹം എപ്പോഴും വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ കുളിക്കുമായിരുന്നു എന്നാണ് ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം. കുർബാൻ ഭായിക്ക് പിതാക്ക ക്യാ കാരോബാർ ഥ. എന്ത് ബിസിനസ്സായിരുന്നു കുർബാൻ ഭായിയുടെ അച്ഛനുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. കുർബാൻ ഭായിക്ക് പിതാ का अजमेर में रंग का लंबा चौड़ा कारोबार था. 2 बड़े बड़े मकान थे, हवेलियाँ और नए बाज़ार में खूब बड़ी दुकान थी.
രംഗിൻ്റെ ദുക്കാനായിരുന്നു, രംഗിൻ്റെ ബിസിനസ്സായിരുന്നു കുർബാൻ ഭായിയുടെ അച്ഛനുണ്ടായിരുന്നത്. 2 വലിയ വലിയ വീടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പുതിയ മാർക്കറ്റിൽ വലിയൊരു കടയും ഉണ്ടായിരുന്നു. മാനെ ഗോശാല കാ ദർവാസ ഖോല തോ ക്യൂ സെഹർ ഉട്ടി എന്ന് വെച്ചാൽ അമ്മ തൊഴുത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ എന്താണ് കണ്ടത് എന്നാണ് ചോദ്യം. മാനെ ഗോശാല കാ ദർവാസ ഖോല തബ് പശു സബ് ഉദാസ് ഖാമോഷ് ഖड़े थे मानो उनकी आंखों में दुख भरा हुआ था. माँ ने कोने में पड़े भैंस पर रोशनी डाली तो उन्हें पता चला कि वह मर गई थी. ഈ തൊഴുത്ത് തുറക്കുന്ന സമയത്ത് അമ്മ കണ്ടത് എല്ലാ പശുക്കളും മിണ്ടാതെ നിൽക്കുന്നതായിട്ടാണ്. അവർ സങ്കടപ്പെട്ട് നിൽക്കുന്ന പോലെയാണ് അമ്മയ്ക്ക് തോന്നിയത്. ലാസ്റ്റിൽ അമ്മ ഏറ്റവും അറ്റത്ത് കിടക്കുന്നുണ്ടായിരുന്ന ആ പശുവിൻ്റെ മേലേക്ക് ലാസ്റ്റിൽ അമ്മ ഒരു തൊഴുത്തിൻ്റെ കോർണറിലുണ്ടായിരുന്ന എരുമയുടെ മേലേക്ക് ലൈറ്റിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ലാസ്റ്റിൽ അമ്മ തൊഴുത്തിൻ്റെ ഒരു കോർണറിലുണ്ടായിരുന്ന എരുമ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. പ്രഭാകർ ശർമ്മ കോൻ ഹെ? പ്രഭാകർ ശർമ്മ ആരാണ് എന്നാണ് ചോദ്യം. പ്രഭാകർ ശർമ്മ രുചി ശർമ്മയുടെ ഭർത്താവാണ്. ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ രുചി ശർമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരികയാണ് ചെയ്യുന്നത്. രുചി ശർമ്മയും പ്രഭാകർ ശർമ്മയും ഡൈവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ആ ഒരു ആൻസറിൽ പറഞ്ഞിരിക്കുന്നത്. സർവേഷ് കാ കാം ക്യാ ഥാ? സർവേഷിൻ്റെ ജോലി എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു സർവേഷ്. അതാണ് സർവേഷ് एक खोजी पत्रकार थे. उनका और उनकी पहली पत्नी मंजीत का तलाक हो चुका था. ഫസ്റ്റ് വൈഫും അദ്ദേഹത്തിൻ്റെയും ഡൈവോഴ്സ് ആയിട്ടുണ്ടായിരുന്നു. और इकलौता बेटा अंश, ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ മഞ്ജീത്തിൻ്റെ ഒപ്പമാണ് താമസം എന്നാണ് ആ ഒരു ആൻസറിൻ്റെ അർത്ഥം. മഞ്ജീത് കെ പുത്ര അൻഷ് കോ ക്യാ ഹുവാ ഥാ? മഞ്ജീത്തിൻ്റെ മകൻ അൻഷിന് എന്താ സംഭവിച്ചതെന്നാണ് ചോദ്യം. മഞ്ജീത് और सर्वेश नारंग का तलाक हो चुका था. जब बेटे से पूछा गया कि वह किसके पास रहना चाहता था तो उसने अपनी माँ को चुना. അതായത് ഇവരുടെ ഡൈവോഴ്സ് സമയത്ത് മകനോട് ചോദിച്ചു ആരുടെ ഒപ്പമാണ് താമസിക്കാൻ ഇഷ്ടമെന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മയോടൊപ്പമാണ് താമസിക്കാൻ ഇഷ്ടമെന്ന് മകൻ പറയും. अंश की मौत ज़्यादा नशे करने से हुई थी. सर्वेश को बेटे की नशे की आदत के बारे में नहीं पता था. എന്ന് വെച്ചാൽ അൻഷ് മരിച്ചത് സ്ട്രോങ് ആയിട്ടുള്ള ഡ്രഗ് ഓവർഡോസും കൊണ്ടാണ്. സർവേഷിന് മകൻ്റെ ഈ ഒരു ഹാബിറ്റിനെ കുറിച്ച് അറിയില്ലായിരുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ. ജഡ്ജിനെ യുവക് കോ ക്യൂ ഫാസി കി സസാ ദി? ജഡ്ജ് ആ ഭർത്താവിനെ എന്തുകൊണ്ടാണ് തൂക്കിക്കൊല്ലാൻ വിധിച്ചത് എന്നാണ് ചോദ്യം. ജഡ്ജിനെ ഉസ് യുവക് കോ മൃത്യുദണ്ഡ് ദിയാ ക്യോंकि वे जानते थे कि अपनी पत्नी के अभाव में उनका जिंदा रहना मृत्यु से भी कष्टप्रद होगा और इसलिए जिसने युवक को फांसी की सजा दी. അതായത് ജഡ്ജ് മൃത്യുദണ്ഡ് കൊടുത്തു ആ ഒരു ഭർത്താവിന്. അതെന്താ കാരണമെന്ന് വെച്ചാൽ ഭാര്യയില്ലാത്ത അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കഷ്ടപ്രദമാവുമെന്ന് ജഡ്ജിന് അറിയായിരുന്നു എന്നതാണ് ആ വരികളുടെ അർത്ഥം. 13ാമത്തെ ക്വസ്റ്റ്യൻ. പിത കൈ വർഷോ സെ ദോ ഹി ഗ്രന്ഥ് പഠത്തെ രഹേ. കോൺ കോൺ സെ ഗ്രന്ഥ്? അച്ഛൻ കുറേ വർഷങ്ങളായിട്ട് 2 ഗ്രന്ഥങ്ങളാണ് വായിച്ചത്. അത് ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. पिता ज़िद्दी किस्म के आदमी थे और कुछ नया करके देखना या नया तरीका अपनाना उन्हें पसंद ही नहीं था. അച്ഛൻ വളരെയധികം ജിദ്ദി, അതായത് ഷാഠ്യമുള്ള ഒരാളായിരുന്നു എന്ന് പറയാം. സ്റ്റബേൺ ജിദ്ദി എന്ന് വെച്ചാൽ സ്റ്റബേൺ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒന്നും പുതിയതായിട്ടുള്ള ഒന്നും പരീക്ഷിക്കാനോ അത് സ്വീകരിക്കാനോ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹം 25 വർഷമായിട്ടും രാമായൺ, ഗീത എന്നീ പുസ്തകങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. കുർബാൻ ഭായി കി ദുക്കാൻ കഹാ തി? കുർബാൻ ഭായിയുടെ കട എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. കുർബാൻ ഭായിനെ ആസാദ് ചൗക്ക് മേ അപ്നി ഛോട്ടി സി ദുക്കാൻ ഖോലി തി. കുർബാൻ ഭായി ആസാദ് ചൗക്കിലാണ് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കട തുറന്നത്. ആസാദ് चौक के सबसे शानदार शख्स थे कुर्बान भाई. हमेशा बच्चों के भीड़ में बड़ों के भीड़ में गिरे കുർബാൻ ഭായ് ദിക്കായി ദിയാ കർത്തേ थे उस दुकान पर. ആ കടയിൽ എപ്പോഴും കുട്ടികളുടെയോ വലിയവരുടെയോ തിരക്കിൻ്റെ ഇടയിൽ കാണപ്പെടുമായിരുന്നു കുർബാൻ ഭായിനെ എന്നാണ് ആ ഒരു ആൻസറിൻ്റെ അർത്ഥം. 15ാമത്തെ M.com കഹാനിയിൽ എന്താണ് മെയിനായിട്ടുള്ള प्रॉब्लम എന്നാണ്. M.com में एक ऐसे समाज का चित्रण किया गया है जहां दलितों की जीवन शैली में
काफ़ी बदलाव आ चुका है। वह अपनी पुश्तैनी पेशा छोड़ रहे हैं और जो अपने पेशे में लगे हुए थे वह कंप्यूटर की सहायता से नई नई तकनीक अपना रहे थे. M.com-ൽ ദളിതരുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ തന്നെ കുറേ ദളിതരായിട്ടുള്ള ആൾക്കാർ അവരുടെ പണ്ടുകാലം ഉണ്ടായിരുന്ന അതേ തൊഴിലല്ല ചെയ്യുന്നത്. അതേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവരെ തൊഴിലുകൾ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിൽ ഉള്ള ആൻസേഴ്സാണ്. ഇത് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് 6 മാർക്സ് കിട്ടില്ല. കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ട് ലേഖകൻ്റെ പേരും ആ കഥയുടെ പേരും ആ കഥ എങ്ങനെയുള്ള കഥയാണ് എന്ന് എഴുതി ലോങ് ടൈപ്പ് ആൻസർ ആക്കി വേണം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈ 6 മാർക്സും നിങ്ങൾക്ക് കിട്ടുള്ളൂ. രുചി ശർമ്മ का ചിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. रुचि का चरित्र इस सपनों की होम डिलीवरी कहानी में बहुत सारे बदलावों के साथ दिखाया गया है. വളരെയധികം ചേഞ്ചസ് വരുന്ന രീതിയിലുള്ള ഒരു ചരിത്ര ചിത്രണമാണ് രുചി ശർമ്മയുടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു നോവലിൽ. पहले तो आम सी शादीशुदा महिला रुचि को अपने पति प्रभाकर से बहुत सी शिकायतें थी, लेकिन वह सब सहन कर जी रही थी. അതായത് ആദ്യം കാണിച്ചിരിക്കുന്നത് പ്രഭാകർ ശർമ്മയുടെ ഭാര്യയായിട്ട് വളരെ സാധാരണമായിട്ടുള്ള ഒരു മാരീഡ് വുമൻ ആയിട്ടാണ് രുചി ശർമ്മേനെ ഈ നോവലിൽ കാണിച്ചിരിക്കുന്നത്. പിന്നീട് പക്ഷേ പ്രഭാകർ ശർമ്മയുടെ ഹാബിറ്റ്സിൽ വളരെയധികം കംപ്ലൈൻ്റ് ഉള്ള ഒരു വുമൻ ആണെങ്കിലും അതെല്ലാം സഹിച്ചിട്ടാണ് രുചി അവിടെ ജീവിതം ജീവിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. एकलौता बेटा गगन हमेशा पापा से ज़्यादा प्यार करता था. ഒരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത് ഗഗൻ. ഗഗനാണെങ്കിൽ അച്ഛനോടാണ് കൂടുതൽ പ്രിയം എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. पर फिर प्रभाकर की हरकतों से तंग आकर बड़ी हिम्मत से रुचि घर तलाक लेकर अपनी अलग सफल ज़िंदगी बनाती है. അതിനുശേഷമാണ് രുചിയുടെ ക്യാരക്ടറിൽ വ്യത്യാസം വരുന്നത്. പ്രഭാകറിൻ്റെ ഹാബിറ്റ്സ് സഹിച്ചു പോകാൻ പറ്റില്ല എന്നൊരു നിലപാടെടുത്ത് രുചി പ്രഭാകറിനെ ഡൈവേഴ്സ് ചെയ്ത് രുചിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ജീവിതം, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ജീവിതം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. रुचि अकेलेपन से परेशान थी पर सर्वेश से रिश्ता सोच समझकर बढ़ाती है. रुचि सूनापन से मजबूर होकर सर्वेश से दूसरी शादी करती है पर संतुष्ट हो जाती है. രുചി ഒറ്റയ്ക്കാണ് താമസം. അതുകൊണ്ട് തന്നെ രുചിക്ക് ആ ഒരു ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തിട്ടാണ് സർവേഷിനോട് ഒരു റിലേഷനിലേക്ക് രുചി മുൻപോട്ട് പോകുന്നത്. പക്ഷെ അതും വളരെയധികം ആലോചിച്ചിട്ടൊക്കെയാണ് രുചി ഈ ഒരു റിലേഷനിൽ മുമ്പോട്ട് പോകുന്നത്. രുചി പിന്നീട് ആ ഒരു ഒറ്റയ്ക്ക് ആവുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മോചനം വേണമെന്ന് പറഞ്ഞിട്ടാണ് സർവേഷുമായിട്ട് രണ്ടാം വിവാഹം ചെയ്യുന്നത്. പക്ഷേ ആ ഒരു രണ്ടാം വിവാഹത്തിൽ രുചി വളരെയധികം ഹാപ്പി ആവുകയാണ് എന്നാണ് പറയുന്നത്. പ്രഭാകർ ഓർ ബേട്ട ഗഗൻ ക സംബന്ധ് കേസാ था. പ്രഭാകറും ഗഗനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ചെറിയൊരു പാരഗ്രാഫായിട്ടുള്ള രീതിയിൽ ആ ലേഖകിൻ്റെ പേര്, ആ സപ്നോ കി ഹോം ഡെലിവറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ കഹാനിയിൽ എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട് അതെല്ലാം പറഞ്ഞിട്ട് വേണം ഇതെഴുതാൻ. ഓക്കെ, അപ്പോൾ പ്രഭാകർ നശീലെ പദാർത്ഥ उपयोग करता था और उनका बेटा गगन बचपन से ही उद्दंड था. उल्टे जवाब देना, दोस्तों से मारपीट करना, झूठ बोलना, यह सब उसने सीख लिया था. പ്രഭാകർ ശർമ്മ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ള ഒരാളും അതുപോലെ വളരെയധികം തെറ്റായിട്ടുള്ള ഹാബിറ്റ്സ് ഉള്ള ഒരാളായിട്ടാണ് ഈ ഒരു നോവലിൽ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഗഗനാണെങ്കിലോ ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കുട്ടിയായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഉൾട്ടേ ജവാബ് ദേന, ദോസ്തോസെ മാർപീട്ട് കർണ, ജൂട്ട് ബോൽന, അതായത് തിരിച്ച് ഒന്നും അനുസരിക്കാത്ത രീതിയിൽ തിരിച്ചു പറയുക, അതുപോലെ നുണ പറയുക, ഈ എല്ലാ കാര്യങ്ങളും ഗഗൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. രുചി ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് പ്രഭാകർ ശർമ്മ രുചിയെ ചീത്ത പറയുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. രുചി ഉസെ കാബു കർനെ കി കോശിഷ് കർത്തി തോ പ്രഭാകർ ഉസെ ഡാട്ട് ദേത്ത. धीरे धीरे गगन पापास बॉय बन गया था. माँ की हर बात उसे बुरी लगने लगी थी. എന്ന് വെച്ചാൽ ഈ പാപ്പാസ് ബോയ്, അതായത് അച്ഛൻ്റെ മകനായിട്ട് ഗഗൻ മാറിക്കഴിഞ്ഞിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഗഗൻ തെറ്റുകൾ മാത്രമാണ് കണ്ടിരുന്നത്. ഈദ്ഗാഹ് കഹാനി കാ ഹാമിദ്. ഹാമിദിനെ വിവരിക്കാനാണ് मुंशी प्रेमचंद की ईदगाह कहानी में मुख्य पात्र छोटा बालक हामिद है, जो अपने उम्र के बच्चों से अधिक समझदार है. ഹാമിദ് അവൻ്റെ വയസ്സുള്ള കുട്ടികളിൽ നിന്ന് വളരെയധികം ബുദ്ധിയുള്ള കുട്ടിയാണ്.
दादी के लिए मेले से चिमटा खरीद कर लाता है और मित्रों के द्वारा चिढ़ाने पर भी बिना घबराए समझदारी से उनका उत्तर देता है. ദാദിക്ക് വേണ്ടിയിട്ട് മേലയിൽ നിന്ന് കൊണ്ടുവരുന്നത് ചിംട്ടയാണ്. പക്ഷേ എല്ലാ കൂട്ടുകാരും അവനെ കളിയാക്കുന്ന സമയത്തും ഒട്ടും പേടിക്കാതെ ആ കൂട്ടുകാരെയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഹാമിദ് ചതുർ ബच्चा है क्योंकि वह अपने घर की समस्याओं को जानते हुए भी बड़े चतुराई से मिठाई और खिलौने न खरीदते हुए उनके अवगुण अपने मित्रों को बताता है. വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഹാമിദ്. കാരണം അവൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവനറിയാം. അതുകൊണ്ട് തന്നെ സ്വീറ്റ്സോ ടോയ്സോ ഒന്നും വാങ്ങിക്കാതെ ആ സ്വീറ്റ്സിൻ്റെയും ടോയ്സിൻ്റെയും ദോഷങ്ങളാണ് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. हामिद ने अपनी भावुकता और अपने प्रेम के कारण दादी के लिए चिमटा खरीदा था. ദാദിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് ഹാമിദ്. അത് കാരണം കൊണ്ടാണ് ഹാമിദ് ആ ചിംട്ട മേലയിൽ നിന്ന് വാങ്ങി വരുന്നത്. रेल दुर्घटना में घायल विमला को पति ने क्या किया. रेल दुर्घटना में पति और पत्नी विमला दोनों घायल हो गए, लेकिन पत्नी को बहुत सारी चोट आई. एक पैर कट गया, चेहरा टेढ़ा और एक आँख की रोशनी चली गई. पर പതി 2-3 दिन में ठीक हो गया. അതായത് വിമലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചറീസ് ഉണ്ടായിരിക്കുന്നത്. ഭർത്താവിന് ഇഞ്ചറി ഉണ്ടായെങ്കിലും 2-3 ദിവസത്തിൽ അതെല്ലാം ശരിയായി എന്നാണ് പറഞ്ഞു വരുന്നത്. വിമലയ്ക്ക് ഉണ്ടായ ഇഞ്ചറിയാണ് ഒരു കാൽ കട്ട് ചെയ്യേണ്ടി വന്നു, മുഖം കുറച്ച് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു, ഒരു കണ്ണിലെ കാഴ്ച പോയി. ഇതെല്ലാമാണ് വിമലയ്ക്ക് സംഭവിച്ചത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഭർത്താവിന് മനസ്സിലായി ഭാര്യയുടെ സൗന്ദര്യമെല്ലാം പോയി എന്നത്. പതി കോ വിമല കി സുന്ദർത്ത ഖോ ജാനെ കാ ബഹുത് ഹി ദുഃഖ് ഹുവ. വിമലയുടെ ആ സൗന്ദര്യമെല്ലാം പോയി, അതുകൊണ്ട് ഭർത്താവിന് വളരെയധികം ദുഃഖമാണ് ഉണ്ടായത്. और उसने विमला को गला दबाकर उसे जान से मार डाला. വിമലയെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുകയാണ് ഭർത്താവ് ചെയ്തത് എന്നാണ് ആ ഒരു വാക്യത്തിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് വേണം ഈ ആൻസറൊക്കെ എഴുതാനായിട്ട്. അപരാധ് കഹാനിമേ അഭിവ്യക്ത് അപരാധ് ബോധ് കാ പരിചയ ദീജിയെ. അതായത് അപരാധ് കഹാനിയിൽ ഉണ്ടായിരിക്കുന്ന അപരാധ് ബോധിനെ കുറിച്ചിട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. उदय प्रकाश जी की लघु कथा अपराध 2 भाइयों की कहानी है, जिसमें बड़ा भाई पोलियोग्रस्त था, फिर भी होशियार और अपने छोटे भाई से प्रेम करने वाला था. അതായത് ഉദയപ്രകാശ് ജിയുടെ ഈ ഒരു ചെറിയ കഥയിലെ 2 സഹോദരന്മാരാണുള്ളത്. മൂത്ത ജ്യേഷ്ഠന് പോളിയോ ബാധിച്ചിരുന്നുവെങ്കിലും വളരെയധികം ക്ലെവറായിട്ടുള്ള ഒരാളായിരുന്നു. ചെറിയ അനിയനോട് വളരെയധികം സ്നേഹമുള്ള ഒരാളായിരുന്നു. खेल खेल में अपनी गलती से सिर पर लगी चोट को दोषारोपण अपने बड़े भाई पर लगाकर ഉസെ അപ്നെ പിതാ സെ ബേരഹ്മി സെ പിറ്റ്വാത്താ ഹെ. കളിയിൽ നടക്കുന്ന ഒരു ഇഞ്ചറിക്ക് കാരണം ജ്യേഷ്ഠനാണ് എന്ന് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ ജ്യേഷ്ഠനെ തല്ലുകയും ആ ഒരു തെറ്റിൻ്റെ ഒരു പശ്ചാത്താപം ആണ് ലേഖകന് ഉണ്ടാവുന്നത്. ജിസ്കി ഗ്ലാനി लेखक को होती है, इस घटना के लिए वह आजन्म इस अपराध बोध से ग्रस्त होते हैं. ഈ ഒരു തെറ്റ് ലേഖകൻ്റെ കയ്യിൽ സംഭവിക്കുകയും ഇതിനു വേണ്ടിയിട്ടാണ് ലേഖക് ജീവിതകാലം മുഴുവൻ ഈ അപരാധ ബോധം കൊണ്ട് നടക്കുന്നത്. लेकिन युवा होने पर बड़े भाई यह घटना भूल जाते हैं और माता पिता की മൃത്യു ഹോ ജാത്തി ഹെ. ചെറുപ്പത്തിൽ സംഭവിച്ച ഈ ഒരു തെറ്റിനെ തിരുത്താൻ വേണ്ടി നോക്കുന്ന സമയത്ത്, അത് യങ് ഏജിൽ അവർ വലുതായി വരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി നോക്കുന്ന ആ ഒരു സമയത്ത് ജ്യേഷ്ഠൻ ഈ ഒരു തെറ്റേ മറന്നിട്ടുണ്ടാവും. ജ്യേഷ്ഠൻ അനിയൻ ചെയ്ത ഈ ഒരു കാര്യം മറന്നുപോയിട്ടുണ്ടാവും. അതേപോലെ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ആ അപരാധ് ബോധ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 21ാമത്തെ. പാർട്ടീഷൻ കഹാനി കി പ്രമുഖ് സമസ്യ ക്യാ ഹെ. ഈ ഒരു പാർട്ടീഷൻ കഹാനിയിൽ കാണിച്ചിരിക്കുന്ന സമസ്യ എന്താണ് എന്നാണ് ചോദ്യം. ഇസ് കഹാനി പാർട്ടീഷൻ മേ സ്വയം പ്രകാശ് ജീനെ दिखाया है कि कहानी के नायक कुर्बान भाई ने भारत विभाजन वक्त पर दंगे में अपनी सारी दौलत खो दी. 2 भाइयों का कत्ल हुआ, पिताजी दुख सह नहीं पाए और परलोक सिधार गए. അപ്പം ഈ ഒരു പാർട്ടീഷൻ സമയത്ത്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ സമയത്ത് കുർബാൻ ഭായിയുടെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടു. 2 സഹോദരന്മാരും മരണപ്പെട്ടു. അച്ഛൻ ഇതെല്ലാം സഹിക്കാൻ പറ്റിയില്ല, അദ്ദേഹം മരിച്ചുപോയി. फिर भी उन्होंने हार नहीं मानी और छोटी सी दुकान लगा ली, लेकिन अंत में वे अपनी उदारता छोड़कर पक्के मुसलमान बन जाते हैं. കുർബാൻ ഭായി ആദ്യമെല്ലാം ഇതിലൊന്നും തോറ്റുപോവാതെ മുൻപോട്ട് പോയി ചെറിയൊരു കട സെറ്റപ്പാക്കുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് കാണുന്നത് കുർബാൻ ഭായ് ഒരു ശരിയായിട്ടുള്ള ഒരു മുസൽമാൻ എന്ന രീതിയിൽ മാറുകയാണ് ചെയ്യുന്നത്. ഇസ് കഹാനി മേ ഭാരത് और पाकिस्तान के बीच हुई विभाजन को लोग कैसे अपने मन में ही रखते हैं और गुस्से की भावना दिखाते हैं यह दर्शाया है. അതായത് പാകിസ്ഥാൻ ഇന്ത്യ പാർട്ടീഷൻ സമയത്ത് മനസ്സിൽ ഉള്ള അതേ ദേഷ്യം ആൾക്കാർ അതേപോലെ മനസ്സിൽ വെച്ച് അത് സാഹചര്യം വരുന്ന സമയത്ത് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു കഥയിൽ കാണിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മാതാജി സവേരെ ഹി പർസെ കെ ഘർ ജാനെ കാ കാരൺ ക്യാ താ. എന്തുകൊണ്ടാണ് മാതാജി രാവിലെ തന്നെ പർസയുടെ വീട്ടിൽ പോയത് എന്നാണ് ചോദ്യം. SR हरनोट की कहानी m.com में मुख्य पात्र माताजी हैं जो गांव में अकेली रहती है और कुछ जानवरों को पालती हैं जिसमें से माताजी की भैंस मर जाती है. അതായത് SR ഹർനോട്ടിൻ്റെ m.comലെ മുഖ്യ കഥാപാത്രമാണ് മാതാജി. അവർ ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുകയും കുറച്ച് മൃഗങ്ങളെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. അതിലെ അവരുടെ എരുമ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാതാജി വളരെയധികം ദുഃഖിതയായിട്ട് പക്ഷെ ഗ്രാമത്തിൽ ആരോടും പറയാതെ परसा चमाറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. क्योंकि गांव में बरसों से भैंस को ठिकाने लगाने का काम परसा चमार करता था और मरी हुई भैंस को बाहर निकाल कर ही अन्य जानवरों को चारा पानी किया जा सकता था. കുറേ കാലങ്ങളായിട്ട് ഗ്രാമത്തിൽ മരണപ്പെട്ട പക്ഷികളെയൊക്കെ മാറ്റുന്നത് ഈ परसा ചമാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് परसा ചമാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഈ മരണപ്പെട്ട എരുമയെ മാറ്റിയാൽ മാത്രമേ ബാക്കിയുള്ള പശുക്കൾക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. പിതാക്ക് ചരിത്രക്ക് ഖാസിയത്ത് ക്യാ ഹെ. അച്ഛൻ്റെ ചരിത്രത്തിലെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ज्ञान रंजन जी ने कहानी पिता में एक ऐसे पिता का चित्रण किया है जो स्वयं अपने बल पर जीने को ही श्रेष्ठ मानते हैं. ज्ञान रंजन जी ഈ പിത എന്ന കഹാനിയിൽ ഒരു അച്ഛനെ കാണിച്ചിട്ടുണ്ട്. മക്കളുടെ ഹെൽപ്പൊന്നുമില്ലാതെ സ്വയം ജീവിക്കുന്ന ഒരു അച്ഛൻ്റെ കഥാപാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പിത കഹാനി കെ പിത അസഹായ നഹീ ഹെ ബൽക്കി സ്വാഭിമാനി ഹെ കിസി കാ എഹ്സാൻ നഹീ റഖ്നാ ചാഹത്തെ. ആരുടെ ഹെൽപ്പ് സ്വീകരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളായിട്ടാണ് ഇതിലെ അച്ഛനെ കാണിച്ചിരിക്കുന്നത്. അസഹായല്ല, ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളല്ല, പക്ഷെ സ്വാഭിമാനിയായിട്ടുള്ള ഒരാളെ ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. വളരെ സ്റ്റബേൺ ആയിട്ടുള്ള പഴയ ചിന്താഗതി, പഴയ വിശ്വാസങ്ങളൊക്കെയുള്ള അതിലൊരു മാറ്റം വരുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിതാ अपनी जिद पुरानी मान्यताओं और विश्वासों से एक इस हद तक चिपके थे कि वे कोई नयापन स्वीकार ही नहीं कर सकते थे. പുതിയ ഒരു കാര്യം അദ്ദേഹത്തിന് സ്വീകരിക്കാനേ പറ്റില്ലായിരുന്നു. उनके इस स्वभाव से पुत्रों को लगता था कि पिता उनके निषेध करते हैं. അതായത് അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പുത്രന്മാർക്ക് തോന്നുകയാണ് ഈ ഒരു അച്ഛൻ്റെ ബിഹേവിയറിൽ നിന്ന്. पुत्रों को यह भी लगता था कि उनके पिता बड़े ही विचित्र है. അച്ഛൻ്റെ ഈ ബിഹേവിയർ കാരണം അച്ഛൻ വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് മക്കൾ കരുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി എസ്സേ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടില്ല, കാരണം അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെയധികം ലെങ്തി ആയിട്ട് പോവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആൻസർ ഞാൻ ഷോർട്ട് നോട്ടായിട്ടുള്ള രീതിയിൽ ഇനിയുള്ള വീഡിയോസിൽ ഇടാം. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യൂ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്നും ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ ആൻസർക്കിടെ PDF ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഈ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്തതിന് താങ്ക് യു. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.